ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കുറേ ദിവസങ്ങളായി ഞാൻ ആക്ച്വലി വീഡിയോ എടുത്തിട്ട് കുറേയൊക്കെ എന്താ പറയുക അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും കറക്റ്റ് ടൈമിങ്ങിൽ ഇടാനും പറ്റിയില്ല, പുതിയ വീഡിയോസ് ഒന്നും എടുക്കാനും പറ്റില്ല. സോ ഞാൻ ഹോളിഡേയ്സിലായിരുന്നു, ഒരു വീക്ക് ഹോളിഡേ എടുത്ത് ഇങ്ങനെ അടിച്ചു പൊളിച്ചൊക്കെ കഴിഞ്ഞ് വന്നതാണ്. അപ്പം ഹോളിഡേ ഒക്കെ കഴിഞ്ഞ് അടിച്ചു പൊളിച്ച് വന്നപ്പോഴേക്കും പറ്റിയ സംഭവമാണിതേ. മൊത്തം ടാൻ അടിച്ച് ഗൈസ്. ഇവിടെ വാച്ച് കിട്ടുന്നതുകൊണ്ട് ഇവിടുത്തെ എൻ്റെ സ്കിൻ കളർ നിങ്ങൾക്ക് കാണാം. ബാക്കി ഇവിടെ എല്ലാം ടാൻ അടിച്ച് മോഹമൊക്കെ ആപ്പടെ ടാൻ അടിച്ച് ഒരു രക്ഷയില്ല. ഇവിടെ സൂര്യൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവിടെ സമ്മർ ആവുന്ന സമയത്ത് നമുക്ക് ആദ്യമേ സൂര്യനെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഓ എന്നെ ഫൈനലി ഈസ് ബാക്ക്. ഈ പറഞ്ഞ് ഞാൻ തന്നെ കുറേ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് സൺകിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പണി കിട്ടുമ്പോഴത്തുള്ളൂ. ഈവൻ ദോ സൺസ്ക്രീൻ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ സ്കിന്ന് നന്നായിട്ട് ടാൻ ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റണമല്ലോ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഞാനിപ്പോൾ എന്താ ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് സൺ ടാനിങ്ങിന് ഏറ്റവും നല്ലത് നമ്മുടെ കോഫി പൗഡറാണ്. ഡീ ടാനിങ്ങിന് ഏറ്റവും നല്ലത് കോഫി പൗഡറാണ്. സോ കോഫി പ്ലസ് സം ഹണി, പിന്നെ എന്താ മുൾട്ടാണി മിറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. അതല്ലെങ്കിൽ കേടോ പാൽ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പാൽ എല്ലാവരും സ്കിന്നും നല്ലതല്ല. ചിലർക്ക് പിമ്പിൾസ് ഉണ്ടാക്കാനായിട്ട് ചാൻസ് ഉണ്ട്, കാര്യം കുറച്ചൊരു ഓയിലി ഇത് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് രണ്ടും യൂസ് ചെയ്യുന്നില്ല. തൈര് എൻ്റെ ഇല്ല ആക്ച്വലി. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് കോഫി പൗഡർ പ്ലസ് ഹണിയാണ്. ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തേക്കുമ്പോൾ തന്നെ നല്ലൊരു ഡിഫറൻസ് വരും. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇത് വൺ ടൈം യൂസ് കൊണ്ടൊന്നും ഇപ്പം ഞാൻ ഒരു ദിവസം കൂടെ ചേർത്തോണ്ട് മാത്രം എൻ്റെ ടാൻ ഫുള്ളായിട്ട് അങ്ങനെ ഡിസപ്പിയർ ആവില്ല. സോ ഇറ്റ് വിൽ ടേക്ക് ടൈം. സോ നമ്മളൊരു വീക്ക്ലി ട്വൈസ് ഓർ ട്രൈസ് ചെയ്ത് നോക്കുമ്പോൾ ഗ്രാജുവലി കളർ നമ്മുടെ നോർമൽ കളർ എന്തായാലും വരും. ഇതിപ്പോൾ ജസ്റ്റ് ടാൻ അടിച്ചല്ലോ, അത് എന്തായാലും മാറുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് പാക്ക് ഉണ്ടാക്കാം. ഇപ്പം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഹണി അങ്ങ് കാര്യമായിട്ട് ചെയ്യാൻ പോകണം കേട്ടോ, എങ്കിൽ മാത്രമേ ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പം നല്ല പ്യോർ ഹണി യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം രണ്ടും കൂടെ മിക്സ് ചെയ്ത്, ഹണി ഈസ് വെരി ഗുഡ് ഫോർ യുവർ സ്കിൻ ആൻഡ് കോഫി ഈസ് ആക്ച്വലി എന്താ പറയുക നല്ലൊരു സ്ക്രബാണ്. അതുപോലെ തന്നെ അടിപൊളിയാണ്, കെഫൈൻ ആണല്ലോ, അതുപോലെ ഫേസിനും നല്ലതാണ്. ടാനൊക്കെ പോകാനും നന്നായിട്ട് ഗ്ലോ ഒക്കെ കിട്ടാനും നല്ലൊരു സ്ക്രബൊക്കെ കൂടിയാണ്. കോഫി പ്ലസ് ഷുഗർ നിങ്ങൾക്ക് വെറുതെ വേണമെങ്കിലും സ്ക്രബായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇനി ഞാൻ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കട്ടെ. ഞാൻ നന്നായിട്ട് ഇത് പതപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ച് നേരം ഫേസിൽ, കുറച്ചല്ല കേട്ടോ, ഒരു 15 to 20 മിനിറ്റ്സ് ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്ത് വെച്ചതിന് ശേഷം വാഷ് ഓഫ് ചെയ്യുകയാണെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഒരു ദിവസം ചെയ്തിട്ട് റിസൾട്ട് കിട്ടില്ലെന്നൊന്നും പരാതി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്താ പറയുക ഒരു 2-3 ടൈംസ് ഇപ്പോൾ വീക്ക് ചെയ്ത് കഴിയുമ്പം എന്തായാലും റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ഇത് പതപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ കോഫിയൊക്കെ കുടിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നല്ല പതയൊക്കെ വരുത്തി എടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ കഫേ ലാറ്റയൊക്കെ ഓർമ്മ വരുന്നത്. ഇച്ചിരി ഷുഗറിൻ്റെയും മിൽക്കിൻ്റെയും കുറവ് പാടുള്ളൂ, ബാക്കി എല്ലാം സെറ്റാണ്. ഫോമും ഉണ്ട്, മധുരമുണ്ട് കേട്ടോ, മധുരത്തിൻ്റെ ആവശ്യമില്ല, ഷുഗർ വേണ്ട, സോറി. നമ്മൾ ഹണി ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഒരു പാലിൻ്റെ മാത്രം കുറവുള്ളൂ. സോ അതെ, നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യാം. ഇത് ഡീ ടാനിങ്ങിന് ഭയങ്കര നല്ലതാണ്. പിന്നെ ഇനി നിങ്ങൾക്കൊരു പാക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഇതൊന്നായിട്ട് ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മുൾട്ടാനി മിറ്റിയുടെ പൗഡറും കൂടി യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലൊരു പാക്കും കൂടെ കിട്ടുന്നതായിരിക്കും. അത് കുറച്ചും കൂടെ ബെനിഫിറ്റാണ്, കുറച്ചും കൂടെ റിസൾട്ട് കിട്ടുന്നു കേട്ടോ. കാരണം മുൾട്ടാനി മിറ്റി ഭയങ്കര നല്ലതാണ്. ഞാൻ ഏത് പാക്ക് ഉണ്ടാക്കിയാലും യൂസ് ചെയ്യുന്നത് മുൾട്ടാനി മിറ്റിയാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടലമാവ്, ഗ്രാം ഫ്ലോർ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊരു 10 to 15 മിനിറ്റ്സ് മിനിമം എടുക്കും. അതിനുശേഷം മാത്രമേ വാഷ് ഓഫ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ എൻ്റെ മുഖം കണ്ടിട്ട് എനിക്ക് തന്നെ ചിക്കൻ വരിക. അപ്പോൾ എന്തായാലും നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്, നമുക്ക് വാഷ് ഓഫ് ചെയ്യാം. നല്ലതായിട്ട് ഒട്ടുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ 20 മിനിറ്റ്സ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. വാഷ് ഓഫ് ചെയ്തിട്ട് വരാം. സോ മുഖം നന്നായിട്ട് കഴിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾ നേരത്തെ വീഡിയോ ആദ്യമേ കണ്ടിട്ടുള്ളവരാണെങ്കിലും മനസ്സിലാവും. സോ പയ്യെ ആയിരിക്കും ഡിഫറൻസ് വരുന്നത്. ഇപ്പം ഞാൻ എന്തായാലും മുഖം ഒന്ന് എന്താ പറയുക ഒന്ന് തുടച്ച് എൻ്റെ ഒരു മോയ്സ്ചറൈസറും കൂടെ ഇട്ടിട്ട് നമുക്ക് വരാം. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പോൾ അതിൻ്റെ മോയ്സ്ചറൈസറും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഫേസ് കുറച്ചും കൂടെ ബെറ്റർ ആയില്ലേ.
അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ആദ്യത്തെ യൂസിൽ തന്നെ ഫുൾ ടാനിങ് ഒക്കെ ഫുൾ അങ്ങ് മാറി അതൊന്നും നടക്കില്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം. സോ നമ്മളൊരു കപ്പിൾ ഓഫ് ടൈംസ് ഐ മീൻ ഒരു 2-3 ടൈംസ് വീക്ക്ലി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തായാലും മാറ്റം ഉണ്ടാവും. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അത് എൻ്റെ ഫേസ് കണ്ടല്ലോ, ഇപ്പോൾ ഞാൻ കഴുകി എൻ്റെ മോയ്സ്ചറൈസർ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പം അത്യാവശ്യം നല്ലൊരു ചേഞ്ച് ഉണ്ട്, വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് ഉണ്ട്. ഇപ്പോൾ ഫേസും കൈ കൂടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എന്തായാലും ട്രൈ ചെയ്യുന്നുണ്ട്, കാരണം എൻ്റെ ഫേസ് എനിക്ക് എന്താ പറയുക, നന്നായിട്ട് ഇങ്ങനെ കൊണ്ട് നടന്നു വന്നതാണ്. പിന്നെ ടാനിൽ അത് എന്തായാലും മാറിക്കോളും. സോ യാ, അപ്പോൾ അതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കോമെൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.